ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഈസോ പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ 9ാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഇനി വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള കമ്മീഷൻ ആ ഒരു ഭാഗത്തുള്ള മിക്ക ക്വസ്റ്റ്യൻസും വരാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ ഇത് നല്ല വൃത്തിയിൽ പഠിക്കേണ്ടത് നമ്മുടെ ഒരു ചുമതലയാണല്ലേ. ജസ്റ്റ് ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് വായിച്ചു നോക്കാം. ജനാധിപത്യം ഒരു ഭരണക്രമം എന്നതിലുപരി പൗരരുടെ വിവിധങ്ങളായ ആവശ്യങ്ങളും അഭിലാഷങ്ങളും സഫലീകരിക്കുന്നതും അതിലൂടെ അന്തസ്സുറ്റ ജീവിതം ഉറപ്പുവരുത്തുന്നതുമായ സംവിധാനം കൂടിയാണ്. ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെ സ്ഥാപനത്തിലും അതിൻ്റെ സർവതല സ്പർശിയായ വ്യാപനത്തിനു വേണ്ടി ഭരണഘടനാനുസൃതം നിലവിൽ വന്ന പല സ്ഥാപനങ്ങളും പ്രവർത്തിച്ചു വരുന്നു. അപ്പം ജസ്റ്റ് ഒരു പേപ്പർ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പലതരം കമ്മീഷനെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. ഈ ഒരു പേപ്പർ കട്ടിങ്സ് നമുക്ക് ആവശ്യമില്ല, പക്ഷേ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഏതൊക്കെ കമ്മീഷൻ എന്നുള്ളത്. വിദ്യാഭ്യാസ അവകാശം ഉറപ്പുവരുത്തും, ഏതായിരിക്കും? വിദ്യാഭ്യാസ കമ്മീഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ പിന്നാക്ക വിഭാഗത്തിനെ കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാം. പിന്നാക്ക വിഭാഗ കമ്മീഷൻ. പട്ടികജാതി പട്ടികവർഗ അവരുടെ വികസനത്തിനും ഉന്നമനത്തിനായിട്ടുള്ള കമ്മീഷൻ, അതേതാണ്? പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. പിന്നെ മനുഷ്യാവകാശ ലംഘനം അന്വേഷിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള കമ്മീഷൻ ഏതാണ്? മനുഷ്യാവകാശ കമ്മീഷൻ. ദെൻ സ്ത്രീ സുരക്ഷാ നടപടികൾ അനിവാര്യം എന്ന് പറയുന്നുണ്ട്, അതിലൂടെ മനസ്സിലാക്കാം വനിതാ കമ്മീഷനെയാണ് അവിടെ ഉദ്ദേശിച്ചത്. പിന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനമായി എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഏതിനെയാണ്? ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് മെൻഷൻ ചെയ്യുന്നത്. ന്യൂനപക്ഷ അവകാശ സംരക്ഷണം കമ്മീഷൻ ഇടപെട്ടു എന്ന് പറയുന്നു, ന്യൂനപക്ഷ അവകാശ കമ്മീഷനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കമ്മീഷനെ പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്, അതിവിടെ നമുക്ക് എഴുതി ചേർക്കാം. അടുത്ത വരുന്നത് പ്രസ്തുത സ്ഥാപനങ്ങളെ ഭരണഘടനാ സ്ഥാപനങ്ങളെന്നും ഭരണഘടനേതര സ്ഥാപനങ്ങളെന്നും രണ്ടായി തരംതിരിക്കാം. എന്താണ് ഭരണഘടനാ സ്ഥാപനം എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് പ്രത്യേക ആർട്ടിക്കിളും വകുപ്പുകളൊക്കെ വെച്ച് എഴുതി ചേർക്കപ്പെട്ട സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഭരണഘടനേതര സ്ഥാപനം എന്ന് പറയുമ്പോഴോ പ്രത്യേക ആർട്ടിക്കിൾ ഒന്നുമില്ല. അവ നിലവിൽ വന്നത് എങ്ങനെയായിരിക്കും? പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമം വഴി നിലവിൽ വന്ന സ്ഥാപനങ്ങളാണ് ഭരണഘടനേതര സ്ഥാപനങ്ങൾ. ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ രൂപീകരിക്കപ്പെട്ട സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധികാരത്തിൻ്റെ ഉറവിടം ഭരണഘടനയാണ്. ഈ സ്ഥാപനങ്ങളുടെ അധികാരം, ഘടന എന്നിവയിൽ മാറ്റം വരുത്തുന്നതിന് ഭരണഘടനാ ഭേദഗതി അനിവാര്യമാണ്. ഇപ്പം എന്താ പറഞ്ഞത്? ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അതിൽ മാറ്റം വരുത്തണമെങ്കിൽ, എന്തെങ്കിലും അംഗങ്ങളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തുക, അല്ലെങ്കിൽ അംഗങ്ങളുടെ കാലാവധിയിലൊക്കെ മാറ്റം വരുത്തുക, അങ്ങനെ എന്ത് മാറ്റം വരുത്തണമെങ്കിലും ഭരണഘടനാ ഭേദഗതി അനിവാര്യമാണ്. ഈ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭാഗം 20 കേട്ടോ. അത് എവിടെ നിന്നാണ് നമ്മൾ കടം കൊണ്ടത്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടനാ ഭേദഗതി എന്നുള്ള ആശയം നമ്മൾ കടം കൊണ്ടത്. അതൊന്ന് എഴുതി വെക്കണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ പറയുന്നത് പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് രൂപം കൊള്ളുന്നവയാണ് ഭരണഘടനേതര സ്ഥാപനങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളായ സമത്വം, സ്വാതന്ത്ര്യം, സാമൂഹിക നീതി, മതേതരത്വം തുടങ്ങിയ ആശയങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കുന്നതിൽ ഈ സ്ഥാപനങ്ങൾ മുഖ്യ പങ്കുവഹിക്കുന്നു. രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾച്ചേർത്തുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത്. അരികുവൽക്കരിക്കപ്പെട്ടവരും ദുർബലരുമായ ജനവിഭാഗങ്ങളുടെ പങ്കാളിത്തത്തിലൂടെ മാത്രമേ ജനാധിപത്യം വിജയം കൈവരിക്കുകയുള്ളൂ. അതിനായി അത്തരം വിഭാഗങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നീതിപൂർവവും പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഈ ധർമ്മം നിർവഹിക്കുന്നതിൽ ഭരണഘടനേതര സ്ഥാപനങ്ങൾ സുപ്രധാന പങ്കുവഹിക്കുന്നു. മുകളിൽ സൂചിപ്പിച്ച സ്ഥാപനങ്ങൾ എങ്ങനെയാണ് ജനാധിപത്യത്തിൻ്റെ വ്യാപനത്തെ സഹായിക്കുന്നതെന്ന് പരിശോധിക്കാം. അപ്പോൾ ഓരോരോ കമ്മീഷനായിട്ട് നമ്മൾ എടുത്ത് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യം ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ്. ജനാധിപത്യ ഭരണക്രമത്തിൽ തിരഞ്ഞെടുപ്പുകൾക്ക് നിർണായക പങ്കാണുള്ളത്. ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ജനപ്രതിനിധികളും ഭരണാധികാരികളും അധികാരത്തിലെത്തുന്നത് തിരഞ്ഞെടുപ്പിലൂടെയാണല്ലേ നമ്മൾ അധികാരികളെ അധികാരത്തിലെത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീതിപൂർവവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിന് സ്വതന്ത്രവും ആധികാരികവുമായ ഒരു സംവിധാനം അനിവാര്യമാണ്. ഇന്ത്യയിൽ ഈ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ഭരണഘടനാ സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ തിരഞ്ഞെടുപ്പ് നടത്തുന്ന കമ്മീഷൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ.
ഭരണഘടനയുടെ അനുച്ഛേദം 324 പ്രകാരം 1950 ജനുവരി 25-നാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? ആർട്ടിക്കിൾ 324. ആർട്ടിക്കിൾ 324 എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അപ്പം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 25. ജനുവരി 26 എന്താണ്? റിപ്പബ്ലിക് ആണ് അല്ലേ? അതിന് മുന്നേ ജനുവരി 25-നാണ് എന്ത് വന്നത്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നത്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ഒരു രാഷ്ട്രത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു തലവൻ ഉണ്ട് എന്നുള്ളതാണ് റിപ്പബ്ലിക് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പം ജനുവരി 25, 1950 ജനുവരി 25-നാണ് തിരഞ്ഞെടുപ്പ് വന്നത്. ജനുവരി 26-ന് നമ്മൾ റിപ്പബ്ലിക്കായി. ഇവിടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. എന്ത്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂഡൽഹിയാണ്. ഇനി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഘടന എങ്ങനെയാണെന്നാണ് കേട്ടോ അടുത്ത പറയാൻ വേണ്ടി പോകുന്നത്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും ചേർന്നാണ് നിലവിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പം മൊത്തം എത്ര അംഗങ്ങളുണ്ട്? 3 അംഗങ്ങളുണ്ട്. ആ 3 അംഗങ്ങൾ എങ്ങനെയാണ് ആവുന്നത്? ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റ് 2 അംഗങ്ങളും ചേർന്നിട്ട് മൊത്തം 3 ആളുകളാണ് ഇതിലുള്ളത്, തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉള്ളത്. ആരാണ് അവരെ നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ്. ഈ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ എല്ലാം അംഗങ്ങളെന്ന് പറയുന്നില്ല, എന്താണ് മെയിനായിട്ട് ചെയർമാൻ എന്ന് തന്നെ പറയാം. ചിലപ്പോൾ അംഗങ്ങളെ ചില കമ്മീഷൻ്റെ അകത്ത് അല്ലാത്തവരും തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം നമ്മളെന്ത് പഠിക്കണം? മെയിൻ ആൾക്കാരെ, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയൊക്കെ. ഇതിനകത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ ഒക്കെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയോ ആണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. ആരാണ് തിരഞ്ഞെടുക്കുന്നത്? രാഷ്ട്രപതിയാണ് തിരഞ്ഞെടുക്കുന്നത്. വൈ? അത് ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് രാഷ്ട്രപതിയാണ്. അതിപ്പോൾ സംസ്ഥാന തലത്തിലേക്ക് വരികയാണെങ്കിൽ, ഭരണഘടനാ സ്ഥാപനങ്ങൾ സംസ്ഥാന തലത്തിലാണ് വരുന്നതെങ്കിൽ അവരുടെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ആരായിരിക്കും? അതത് സ്ഥാപനങ്ങളുടെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഗവർണറായിരിക്കും. ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയതുകൊണ്ട് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രാഷ്ട്രപതിയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് കാലാവധി. ഇനി അവരെങ്ങനെയാണ് പുറത്താക്കുന്നത്? ഇംപീച്ച്മെൻറ്റിലൂടെ പുറത്താക്കുന്ന വേറെ ആളുകൾ ആരാ? നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിനെയും അതുപോലെ തന്നെ രാഷ്ട്രപതിനെയും ഒക്കെ ഇംപീച്ച്മെൻറ്റിലൂടെയാണല്ലേ പുറത്താക്കുന്നത്. അതുപോലെ തന്നെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ, അംഗങ്ങളെന്ന് ഞാൻ പറയുന്നില്ല, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നത് ഇംപീച്ച്മെൻറ്റിലൂടെയാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസർമാരാണ്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസർമാരാണ്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, അതായത് EVM, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. അതിനെക്കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കുന്നതിനും തിരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയ സംവിധാനമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. ചുരുക്കി പറഞ്ഞാൽ കള്ളത്തരം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയാം. 1982 കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത് കേരളത്തിലാണ്. നമ്മളെ കേരളത്തിലാണ്. കേരളത്തിലെവിടെ? പറവൂർ. 1982. ഈ ഒരു വർഷം കൂടി ഒന്ന് പഠിച്ചു വെക്കണേ. 1982 കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് EVM ഉപയോഗിച്ചത്. 2004 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 543 മണ്ഡലങ്ങളിലും EVM ഉപയോഗിച്ചു. ആദ്യം കേരളത്തിലെ പറവൂർ ഉപയോഗിച്ചു. പിന്നെ 2004 ആയപ്പോഴേക്കും എല്ലാ മണ്ഡലങ്ങളിലും 543 മണ്ഡലങ്ങളിലും EVM ഉപയോഗിച്ചു. 543 മണ്ഡലങ്ങളിലും EVM ഉപയോഗിച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ് എന്നീ 2 യൂണിറ്റുകളാണ് ഉള്ളത്. സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ, VVPATൻ്റെ ഫുൾ ഫോമാണ് പറഞ്ഞിരിക്കുന്നത്. വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ, വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ സംവിധാനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിനും ഫലപ്രഖ്യാപനം വേഗത്തിലാക്കുന്നതിനും തിരഞ്ഞെടുപ്പ് ചെലവുകൾ കുറയ്ക്കുന്നതിനും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സഹായിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഇനി ഇതാ ഇവിടെ ജസ്റ്റ് ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. 2 കുട്ടികളും ഒരു അച്ഛനും അമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ. അതിൽ കുട്ടി പറയാണ്, എനിക്ക് ലോക്സഭ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പം അച്ഛൻ പറയും, ഇല്ല, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് 18 വയസ്സ് പൂർത്തിയാക്കണം. പിന്നെ അമ്മ ഇവിടെ പറയാണ്, രാജ്യത്ത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുന്നതും ആരാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അത് നമുക്കൊരു ജസ്റ്റ് ഒരു ഹിൻഡ് ഇട്ട് തന്നാ കേട്ടോ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുന്ന ആരാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇനി ഇംപീച്ച്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം. ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളെ പ്രസ്തുത സ്ഥാനത്ത് നിന്നും പാർലമെൻ്ററി നടപടിക്രമങ്ങളിലൂടെ പുറത്താക്കുന്ന പ്രക്രിയയാണ് ഇംപീച്ച്മെൻറ്റ്. ചുരുക്കി പറഞ്ഞാൽ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരെ പുറത്താക്കുക, അതാണ് ഇംപീച്ച്മെൻറ്റ്. നമ്മുടെ രാജ്യത്ത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും വോട്ടർമാർക്ക് തിരിച്ചറിയൽ കാർഡ് നൽകുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നാണ് സംഭാഷണത്തിൽ നിന്നും വ്യക്തമാക്കാൻ കഴിഞ്ഞത്. മറ്റെന്തെല്ലാം ചുമതലകളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർവഹിക്കുന്നത്? അത് നമുക്ക് നോക്കാം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ ആദ്യം ഇവിടെ പറഞ്ഞത് വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കൽ. രണ്ടാമത്തെ എന്താണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ എന്നിവരുടെ തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണം. അപ്പോൾ എങ്ങോട്ടൊക്കെ ഉള്ളതാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ എന്നിവരുടെ തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണം. അതൊക്കെ ആരതാണ്? ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലയാണ് കേട്ടോ. പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനവും നടപ്പിലാക്കലും, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും ചിഹ്നം അനുവദിക്കലും, തിരഞ്ഞെടുപ്പ് വിജ്ഞാനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശക പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ, അതും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയാണ്. പിന്നെ അതുപോലെ വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ, തീയതികൾ നിശ്ചയിക്കൽ, ഫലപ്രഖ്യാപനവും തർക്കങ്ങൾ പരിഹരിക്കലും, തിരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കലും തുടർ നടപടികൾ സ്വീകരിക്കലും. ഈ ഒരു ടേബിളിനകത്ത് നമുക്ക് എങ്ങനെ ചോദിക്കാം? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എന്താണ് ചുമതല ആയതേത് അല്ലാത്തതേത് എന്നുള്ള രീതിയിൽ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന് എടുത്തെഴുതാൻ വേണ്ടി പറ്റണം. അപ്പോൾ അതൊന്നുകൂടെ വായിച്ചു നോക്കട്ടോ. വോട്ടർ പട്ടിക തയ്യാറാക്കൽ, പിന്നെ അതുപോലെ തന്നെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ എന്നിവരുടെ തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണം, പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനവും നടപ്പിലാക്കലും, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും ചിഹ്നം അനുവദിക്കലും, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശക പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശക പത്രിക അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ, വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ, തീയതികൾ നിശ്ചയിക്കൽ, ഫലപ്രഖ്യാപനവും തർക്കങ്ങൾ പരിഹരിക്കലും, തിരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കലും തുടർ നടപടികൾ സ്വീകരിക്കലും. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയവ നിർവചിക്കുന്നതിനും വിപുലവും സങ്കീർണവുമായ തിരഞ്ഞെടുപ്പ് സംവിധാനവും കാര്യക്ഷമവും ബഹുജന പങ്കാളിത്തമുള്ളതാക്കി മാറ്റുന്നതിനും സുസംഘടിതമായ നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. 1950ലെയും 1951ലെയും ജനപ്രാതിനിധ്യ നിയമങ്ങൾ ഈ ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്. അപ്പം ജനപ്രാതിനിധ്യ നിയമങ്ങൾ ഏതൊക്കെ ഇയറാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1950ഉം 1951. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ 327. 324 നമ്മൾ എന്തേലും പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ്. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ഇവിടെ 327 വകുപ്പ് എന്തിനെ പറ്റി പറയുന്നു? ജനപ്രാതിനിധ്യ നിയമങ്ങൾ, അതായത് 1950ലെയും 1951ലെയും ജനപ്രാതിനിധ്യ നിയമങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ വിശദമായി തന്നെ ഈ നിയമങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നാമനിർദ്ദേശക പത്രിക സ്വീകരിക്കുന്നത് മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളും ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഇനി ആ നിയമങ്ങളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം ജനപ്രാതിനിധ്യ നിയമം 1950. പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനും അവയുടെ അതിർത്തി പുനർനിർണയിക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ക്രോഡീകരിക്കുന്ന നിയമമാണ് 1950ലെ ജനപ്രാതിനിധ്യ നിയമം. അപ്പോൾ ഇത് 50ലെയും 51ലെയും മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ 50 ആദ്യം നമ്മൾ പഠിക്കുന്നു. പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനും അവയുടെ അതിർത്തി പുനർനിർണയിക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ക്രോഡീകരിക്കുന്ന നിയമമാണ് 1950ലെ ജനപ്രാതിനിധ്യ നിയമം. എല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളും ഏകാംഗ മണ്ഡലങ്ങളാണെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. അപ്പം ഏത് നിയമമാണ് എല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളും ഏകാംഗ മണ്ഡലങ്ങളാണെന്ന് അനുശാസിക്കുന്നത്? 1950ലെ ജനപ്രാതിനിധ്യ നിയമം.
നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം, പുനർനിർണയം, മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഇലക്ട്രൽ രജിസ്റ്റർ ഓഫീസർമാർ എന്നിവരുടെ നിയമനം, വോട്ടർ പട്ടിക തയ്യാറാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഒന്നുകൂടെ വായിക്കാം. എല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളും ഏകാംഗ മണ്ഡലങ്ങളാണെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം, പുനർനിർണയം, മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്നിവരുടെ നിയമനം, വോട്ടർ പട്ടിക തയ്യാറാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഇനി 1951 ജനപ്രാതിനിധ്യ നിയമം. ഇന്ത്യൻ പാർലമെൻറ്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യതയും അയോഗ്യതയും നിർണ്ണയിക്കുന്നതിനും തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾക്കുള്ള പരിഹാരങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നതിനുമുള്ള നിയമമാണ് 1951 ജനപ്രാതിനിധ്യ നിയമം. മറ്റേതെന്ന് പറയുന്നത് ഇലക്ഷന് മുന്നുള്ള അതിർത്തി പുനർനിർണയം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് 50 പറയുന്നത്. ഇനി 51 എന്ന് പറയുന്നത് അവരുടെ യോഗ്യതകളെയും അയോഗ്യതകളെ കുറിച്ചാണ് മെയിനായിട്ടും 51 ജനപ്രാതിനിധ്യ നിയമം പറയുന്നത്. ഈ നിയമത്തിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, പാർലമെൻറ്റ് അംഗങ്ങളുടെ യോഗ്യതകൾ, അയോഗ്യതകൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ അയോഗ്യരാക്കുന്നതിനെക്കുറിച്ചും തിരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ചും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ, തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ, റിട്ടേണിംഗ് ഓഫീസർമാർ എന്നിവരുടെ ചുമതലകളും യോഗ്യതകളും ഈ നിയമത്തിൽ നിർവചിച്ചിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷനെക്കുറിച്ചും ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നു. ഈ നിയമപ്രകാരം ഏത് സംഘടനയ്ക്കും രാഷ്ട്രീയ പാർട്ടിയെ മാറണമെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ദേശീയ പാർട്ടി, പ്രാദേശിക പാർട്ടി എന്നീ പദവികൾക്കുള്ള മാനദണ്ഡങ്ങളും തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങളും ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ഇങ്ങനെ ഓർത്തു വെക്കുക. ജനപ്രാതിനിധ്യം നിയമം 50 പറയുന്നത് തിരഞ്ഞെടുപ്പിന് മുന്നേയുള്ള അതിർത്തി നിർണയം, അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ആ അവരുടെയൊക്കെ നിയമനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്നാൽ അതേ സ്ഥാനത്ത് 1951 ജനപ്രാതിനിധ്യ നിയമത്തിലേക്ക് വരുമ്പോൾ അവരുടെ അയോഗ്യതകളെക്കുറിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യതയും അയോഗ്യതയും ഒക്കെ പറയുന്നതാണ് 51 നിയമം എന്ന് പറയുന്നത്. ഇനി ദേശീയ സമ്മതിദായക ദിനം. ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? 1950 ജനുവരി 25 നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമ്മതിദായക ദിനം ജനുവരി 25 ആചരിക്കുന്നു. അതെന്നു മുതലാണ് അങ്ങനെ ആചരിച്ച് തുടങ്ങിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2011 മുതലാണ് ഈ ദിനം അങ്ങനെയായിട്ട് ആചരിച്ച് തുടങ്ങിയത്. നേരത്തെ പറഞ്ഞ പോലെ 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ വന്നതിനെ പ്രമാണിച്ച്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്ഥാപക ദിനം എന്ന നിലയിലാണ് ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. രാജ്യത്തെ എല്ലാ വോട്ടർമാരെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സജീവ പങ്കാളികളാക്കുന്നതിനും സമ്മതിദായക അവകാശം വിനിയോഗിക്കുന്നത് പ്രോത്സാഹിക്കുന്നതിനുമായാണ് ദേശീയ സമ്മതിദായക ദിനം ആചരിക്കുന്നത്. ഇനി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നു. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറഞ്ഞ ആർട്ടിക്കിൾ ഏതായിരുന്നു? 324. ഇനി അടുത്ത് പറയാൻ പോകുന്ന സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടാതെ ഓരോ സംസ്ഥാനങ്ങളിലും സംസ്ഥാനതല തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളുണ്ട്. 73, 74 ഭരണഘടനാ ഭേദഗതികളിലൂടെ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിലവിൽ വന്നു. അപ്പം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായ ഭേദഗതികളാണ് 73, 74 ഭേദഗതികൾ. ഭരണഘടനയുടെ 243K, അതുപോലെ തന്നെ 243ZA. ഈ ZA ഒന്ന് പ്രത്യേകം ഓർത്ത് വെക്കണേ. കാരണം ഇതിന് മുന്നേ ഒക്കെ 243K മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 243ZA കൂടെ SCRTയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 243K, 243ZA എന്നീ അനുച്ഛേദങ്ങൾ പ്രകാരമാണിത് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടവും നിയന്ത്രണവും തുടങ്ങിയ ചുമതലകൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിർവഹിക്കുന്നു. അപ്പോൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ്. അത് നിങ്ങളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട്
സംസ്ഥാന തലത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പും ചോദിക്കും. പക്ഷെ അത് തെറ്റാണ്. എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടവും നിയന്ത്രണവും ആണ് ഏതിൻ്റെ ചുമതല? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല. ഏതൊക്കെയാണ് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭേദഗതികൾ? 73, 74 ഭേദഗതികൾ. അതുപ്രകാരം 243K, 243ZA എന്നീ അനുച്ഛേദങ്ങൾ പ്രകാരം രൂപീകരിക്കപ്പെട്ടു. തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സംവരണ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നതും കമ്മീഷനാണ്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1993 ഡിസംബർ 3. എങ്ങനെ ഓർത്തു വെക്കാം? തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ താനെ നമ്മൾ ഇങ്ങനെ ആക്കുന്നു. അപ്പോൾ ഏകദേശം ഒരു 3 പോലെ കിട്ടുന്നുണ്ട് അല്ലേ? താനെ നാ പോലെ ആക്കിയിട്ട് 1993 ഡിസംബർ 3. ഡിസംബർ അതിലും ഒരു 3. 1993 ഡിസംബർ 3. ഡിസംബറിലാണെന്ന് ഓർക്കണേ, ഡിസംബർ. ഇനി ഇന്ത്യയെ പോലെ വൈവിധ്യങ്ങളാൽ സമ്പന്നമായതും ഉയർന്ന ജനസംഖ്യ ഉള്ളതുമായ രാജ്യത്ത് ജനാധിപത്യ ഭരണക്രമം രൂപപ്പെടുത്തുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രധാന പങ്കാണുള്ളത്. സാമൂഹികം, സാമ്പത്തികം, ലിംഗപരം തുടങ്ങിയ അസമത്വങ്ങളാൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട നിരവധി ജനവിഭാഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇത്തരം ജനവിഭാഗങ്ങളെ തിരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയയുടെ ഭാഗമാക്കുക വഴി ഇന്ത്യൻ തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ അടിത്തറ ഉറപ്പിക്കുക എന്ന കർത്തവ്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർവഹിച്ചിട്ടുള്ളത് അല്ലേ? ആദ്യകാലങ്ങളിൽ എങ്ങനെയായിരുന്നു? എല്ലാവർക്കും വോട്ടവകാശം ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നെ ആണ് എന്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒക്കെ എന്താണ് ഇടപെടൽ എന്ന് ഞാൻ പറയുന്നില്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ വന്നതിന് പ്രകാരം എല്ലാവർക്കും എന്താണ് വോട്ടിംഗ് അവകാശമൊക്കെ ലഭിച്ചിട്ടുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള തിരഞ്ഞെടുപ്പുകളുടെ സുതാര്യവും നീതിയുക്തവുമായ നിർവഹണത്തിലൂടെ ഈ ഭരണഘടനാ സ്ഥാപനത്തെ ജനപ്രാതിനിധ്യപരമായി കൂടുതൽ ശക്തവും അർത്ഥപൂർണവുമാക്കുന്നു. സുകുമാർ സെൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സുകുമാർ സെൻ. മെയിനായിട്ട് നിങ്ങൾ സുകുമാർ സെന്നിനെ പഠിച്ചു വെക്കുക. ആദ്യത്തെ തിരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ ആണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചുള്ള പോയിൻ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത കമ്മീഷനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇത് അവിടെ അങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡിസംബർ 10 എന്ന് പറയുന്നത്. ഡിസംബർ 10 എന്താണ്? മനുഷ്യാവകാശ ദിനമാണ് കേട്ടോ. നമുക്ക് പോകുമ്പോൾ പഠിക്കാം. മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങളുടെയും മൂല്യങ്ങളുടെയും നിഷേധമാണ്. അപ്പോൾ മനുഷ്യാവകാശ ലംഘനം എന്ന് പറയുന്നത് ഭരണഘടന ഉറപ്പ് നൽകുന്ന പൗരാവകാശങ്ങളുടെയും മൂല്യങ്ങളുടെയും നിഷേധമാണ്. നമ്മുടെ രാജ്യത്തെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇല്ലാതാക്കി പൗരാവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. നേരത്തെ നമ്മൾ ഒരു 1993 പഠിച്ചു. ഏതായിരുന്നു? ഇലക്ഷൻ കമ്മീഷൻ 1993. ഈ ഒരു 1993 തന്നെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നത്. ഏത് മാസം? ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് 1993 ഒക്ടോബർ 12. ന്യൂഡൽഹിയാണ് കമ്മീഷൻ്റെ ആസ്ഥാനം. നേരത്തെ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ്റെ ആസ്ഥാനവും ന്യൂഡൽഹിയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനവും ന്യൂഡൽഹിയാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങളുണ്ട് ഇവിടെ? 6 അംഗങ്ങളാണ് ഉള്ളത്. മറ്റേ ഇലക്ഷൻ കമ്മീഷനിൽ നമ്മൾ എത്രയാണ് പറഞ്ഞത്? ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങൾ. ഇവിടെ മനുഷ്യാവകാശമാണ് അല്ലേ? അപ്പോൾ കൂടുതൽ ആളുകൾ വേണം. അങ്ങനെയൊക്കെ ആലോചിച്ച് വെക്കാം. മനുഷ്യൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് കൂടുതൽ ആളുകൾ വേണ്ടത്. 6 അംഗങ്ങളാണുള്ളത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. അതിലെ അധ്യക്ഷൻ ആരായിരിക്കണം? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ എന്ന് പറയുന്നത്. എങ്ങനത്തെ ജഡ്ജി? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നല്ല, വിരമിച്ച. ഇപ്പോൾ ഓൾറെഡി ഇരിക്കുന്ന ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കൊണ്ട് ഇരുത്താൻ വേണ്ടി പറ്റില്ല. കാരണം ഓർക്ക് തന്നെ കുറേ ജോലികളുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് പഠിക്കാൻ കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അധിക പണിയായി പോകില്ലേ? അങ്ങനെയൊന്നല്ല. ശരിക്കും നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിൽ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. വിരമിച്ച ആളായിരിക്കണം. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ. ഇവിടെ ആളെ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. കാരണം എന്താ? ഇത് ഭരണഘടനാ സ്ഥാപനമാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. ഈ ഒരു കാര്യങ്ങളൊക്കെ ഇല്ലേ നിങ്ങളൊരു വലിയൊരു പേപ്പറിനകത്ത് എഴുതി വെക്കണം. അത് വലിയ പേപ്പറെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളിപ്പോൾ ഒരു ചെറിയ നോട്ടിൻ്റെ അകത്ത് ജസ്റ്റ് താഴെ എഴുതി പോവുകയാണെങ്കിൽ നമുക്ക് ഓരോന്ന്
കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റില്ല. അതേ സ്ഥാനത്ത് ഒരു പേപ്പറിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഈ പറയുന്ന എല്ലാ കമ്മീഷനും താഴെയാക്കി എഴുതി പോവുകയാണെങ്കിൽ പഠിക്കാൻ വേണ്ടി എളുപ്പമായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഈ ഒരു കമ്മീഷൻ എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ കുറച്ച് റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ, കറക്റ്റായിട്ട് നിങ്ങൾ റിവിഷൻ ചെയ്ത് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഇത് മറന്നു പോവുക എന്ന് പറയുന്നത് വേഗം നടക്കുന്ന ഒരു സംഭവം. മറന്നു പോകും, എത്രയോ പെട്ടെന്ന് നമുക്കത് മറന്നു പോകും. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു പേപ്പറിൻ്റെ അകത്ത് തന്നെ മാക്സിമം എല്ലാ കമ്മീഷനെയും കുറിച്ച് നിങ്ങൾ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1993 കമ്മീഷൻ നിലവിൽ വന്നത്. എത്ര അംഗങ്ങളുണ്ട്? ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളുണ്ട്. അധ്യക്ഷനായിരിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. ഇങ്ങനത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വിരമിച്ച, അല്ലെങ്കിൽ എന്താ സുപ്രീം കോടതി ജഡ്ജി ആയാലും മതി, വിരമിച്ച ജഡ്ജി ആയാലും മതി. രാഷ്ട്രപതിയാണ് ആളുകളെ നിയമിക്കുന്നത്, അധ്യക്ഷനെ ഒക്കെ നിയമിക്കുന്നത്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. മനുഷ്യാവകാശ സംരക്ഷണത്തിനും അനുബന്ധ വ്യവസ്ഥകൾക്കുമായി ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകളും കോടതികളും സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം. 1993 സെപ്റ്റംബർ 28 നിയമം പ്രാബല്യത്തിൽ വന്നത്. ഒക്ടോബർ 12 കമ്മീഷൻ വന്നെങ്കിലും നിയമം പ്രാബല്യത്തിൽ വന്നത് 1993 സെപ്റ്റംബർ 28. ഇത് പ്രകാരമാണ് ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നത്. ഈ നിയമത്തിൽ മനുഷ്യാവകാശ കോടതി, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവ നിർവചിച്ചിരിക്കുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ നിയമനം, നീക്കം ചെയ്യൽ, കാലാവധി, കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ, അധികാരങ്ങൾ തുടങ്ങിയവ ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം പറയുന്നത് ന്യൂഡൽഹി, അതിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഈ ഒരു സ്ഥാപനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക, മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച് കോടതികളിൽ നടപടികളിൽ കക്ഷി ചേരുക, ജയിലുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. ഈ ഒരു ഭാഗം വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം പലർക്കും കൺഫ്യൂഷൻ ആവും, ഒരു ജയിലൊക്കെ സന്ദർശിക്കുമോ എന്നുള്ളത്. പക്ഷേ ജയിലൊക്കെ സന്ദർശിച്ച് അവിടുത്തെ അന്തേവാസികളുടെ കാര്യങ്ങളൊക്കെ അവർ അന്വേഷിക്കും. കാരണം അവരും ജയിൽ പുള്ളികളാണെങ്കിൽ കൂടെ മനുഷ്യന്മാരായതുകൊണ്ട് അവർക്കും അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളും പാലിക്കപ്പെടണം അല്ലേ. പിന്നെന്താണ്, മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ, പ്രഖ്യാപനങ്ങൾ തുടങ്ങിയവ വിശകലനം ചെയ്ത് നടപടികൾ സ്വീകരിക്കുക, നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ഇവ തടയുന്നതിൽ വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ ഓർമ്മയിൽ നിൽക്കുന്ന കാര്യമാണ്. നെഗ്ലക്റ്റ് ചെയ്ത് വിടാണ്ടിരുന്നാൽ മതി. കമ്മീഷൻ്റെ അന്വേഷണ നടപടിക്രമം, റിപ്പോർട്ട് സമർപ്പിക്കൽ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ രൂപീകരണം, പ്രവർത്തന, അന്വേഷണ നടപടിക്രമങ്ങൾ എന്നിവയും ഈ നിയമത്തിൽ നിഷ്കർഷിക്കുന്നു. ജീവനും സ്വാതന്ത്ര്യത്തിനും തുല്യ പരിഗണനയ്ക്കും അന്തസ്സിനും വേണ്ടി ഭരണഘടന ഉറപ്പാക്കിയിട്ടുള്ളതോ ഇന്ത്യ അംഗീകരിച്ച അന്തർദേശീയ ഉടമ്പടികൾ പ്രകാരം നടപ്പിൽ വരുത്തുന്നതോ ആയ അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. ഇനി സംസ്ഥാന തലത്തിലുള്ള മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. ദേശീയ തലത്തിലുള്ളത് എന്നാണ് വന്നത്? 1993 ഒക്ടോബർ 12 വന്നത്. ഒക്ടോബർ 12 ദേശീയ തലത്തിൽ വന്നത്. എന്നാൽ സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ 1998 ഡിസംബർ 11. മറ്റേത് ഒക്ടോബർ 12 ഇത് ഡിസംബർ 11 ആണ് കേരളത്തിൽ സംസ്ഥാന തലത്തിൽ വരുന്നത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങൾ. മറ്റേതിൽ എത്രയായിരുന്നു? 6 അംഗങ്ങളുണ്ടായിരുന്നു. ഇവിടെ 3 അംഗങ്ങളേ ഉള്ളൂ. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ. മറ്റേ തലത്തിലാവുമ്പോൾ സുപ്രീം കോടതി, വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി. ഇവിടെ ആകുമ്പോൾ വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഇവിടെ ആരാണ് അവരെ നിയമിക്കുന്നത്? ഗവർണറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഭരണഘടനാ സ്ഥാപനമാകുമ്പോൾ ദേശീയ തലത്തിലേക്ക് പോകുമ്പോൾ രാഷ്ട്രപതിയും സംസ്ഥാന തലത്തിലാകുമ്പോൾ ഗവർണറും ആയിരിക്കും അംഗങ്ങളെ നിയമിക്കുന്നത്.
ജനാധിപത്യ വ്യവസ്ഥയിൽ മനുഷ്യാവകാശങ്ങൾക്ക് നിസ്തുലമായ സ്ഥാനമാണുള്ളത്. മനുഷ്യനെന്ന നിലയിൽ അന്തസ്സോടെയും അഭിമാനത്തോടെയും സ്വന്തം അവകാശങ്ങൾ വിനിയോഗിക്കാൻ സാധിക്കുമ്പോഴാണ് ജനാധിപത്യ സംവിധാനം പൂർണ്ണവും അർത്ഥവത്താകുന്നത്. പൗരരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിച്ച് അതിലൂടെ ജനാധിപത്യത്തിൻ്റെ വ്യാപനം ഉറപ്പാക്കുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സുപ്രധാന പങ്ക് വഹിക്കുന്നു. അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് ദേശീയ വനിതാ കമ്മീഷനിലേക്കാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും കുറേ സ്ത്രീകൾ ഇരുന്നിട്ട് സമരം ചെയ്യുന്നത്. എന്തൊക്കെ അവർ പറയുന്നത്? തുല്യനീതി ഉറപ്പുവരുത്തുക, ലിംഗസമത്വം ഉറപ്പുവരുത്തുക, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക, വിദ്യാഭ്യാസ തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തുക, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക, ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും സുരക്ഷ നൽകുക, സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. അതൊക്കെ അവരുടെ ആവശ്യമായിട്ട് അവരിങ്ങനെ സമരം നടത്തുവാണല്ലേ. സമൂഹത്തിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിയമപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും നടപടികൾ ശുപാർശ ചെയ്യുകയുമാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രധാന ചുമതല. അതായത് അവർക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക, അതാണ് ദേശീയ വനിതാ കമ്മീഷൻ. എന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ രൂപം കൊണ്ടത്? 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. ഇമ്പോർട്ടൻ്റ് ആണ്. 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. ഇവിടെ 92 എന്നുള്ള എങ്ങനെ ഓർത്ത് വെക്കാം? എപ്പോഴും വനിതകളെ ഒരു രണ്ടാം തരത്തിലേക്ക് മാറ്റി കെട്ടാറുണ്ട് അല്ലേ? അങ്ങനെയൊന്നും ഇല്ല ഇപ്പോൾ. എന്നാലും നമ്മൾ ഈ പറയുന്ന എല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ വേറൊരു തരത്തിൽ ഇത് വിചാരിക്കാൻ പാടില്ല. 1992 സ്ത്രീകളെ രണ്ടാം തലത്തിലേക്ക് മാറ്റിയെന്ന് ആലോചിക്കാം. 1992 അതും ജനുവരി 31 വരെ കാത്തുനിന്നു. ജനുവരി 1 അവർക്ക് ഡേറ്റ് ഇല്ലെന്ന് തോന്നുന്നു. ജനുവരി 31 വരെ കാത്തുനിന്നു. 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. ചെയർപേഴ്സണും 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറി. എന്തൊക്കെ പറഞ്ഞത്? ഇതുവരെ നമ്മൾ കേൾക്കാത്ത സാധനം. ഏത് മെമ്പർ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത കമ്മീഷനിലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ വനിതാ കമ്മീഷനിൽ എന്തുണ്ട്? ചെയർപേഴ്സൺ, 5 അംഗങ്ങൾ പിന്നെ ഒരു മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. ഈ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് ഭരണഘടനാ സ്ഥാപനമല്ല. ആരാണ് അവരെ നിയമിക്കുന്നത്? കേന്ദ്ര സർക്കാർ. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. 3 വർഷം കേട്ടോ. പിന്നെ സ്ത്രീകളുടെ സുരക്ഷയ്ക്കും തുല്യതയ്ക്കും അവകാശ സംരക്ഷണത്തിനുമായി വിപുലമായ അധികാരങ്ങളും ചുമതലകളുമാണ് ദേശീയ വനിതാ കമ്മീഷൻ ഉള്ളത്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിനെ പറ്റി പറയുന്നുണ്ട്. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും വിവേചനങ്ങളും തടയുക, സാമൂഹിക മുന്നേറ്റത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക തുടങ്ങിയ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാണ് അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കുന്നത്. അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ്? മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുക, രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക രംഗങ്ങളിലെ എല്ലാതരം വിവേചനങ്ങൾക്കും അതീതമായി സ്ത്രീകളുടെ ശാക്തീകരണം ഉറപ്പുവരുത്തുക തുടങ്ങിയവ ഈ ദിനാചരണത്തിലൂടെ ഐക്യരാഷ്ട്ര സംഘടന ലക്ഷ്യം വയ്ക്കുന്നു. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതും എവിടെയാണ്? ന്യൂഡൽഹി. ഇത് കണ്ടോളൂ. ഇതാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം. ഇനി ചുമതലകൾ എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. സ്ത്രീ സുരക്ഷയ്ക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും പരിശോധിക്കുക. നമ്മുടെ ഭരണഘടനയിലും സ്ത്രീകൾക്കും പ്രത്യേക അവകാശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പ്രത്യേക അവകാശം എന്ന് പറയുമ്പം നിയമത്തിന് മുന്നിൽ സ്ത്രീ പുരുഷനൊന്നുമില്ലാതെ എല്ലാവരും സമത്വരാണ്. പക്ഷേ ആർട്ടിക്കിൾ 15 പ്രകാരം എന്ത് പറയുന്നുണ്ട്? സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന കൊടുക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല എന്നുള്ളത് ആർട്ടിക്കിൾ 15 പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വ്യവസ്ഥയൊക്കെ പരിശോധിക്കുന്നത് വനിതാ കമ്മീഷൻ്റെ ചുമതലയാണ്. ഇനി അടുത്ത് വരുന്നത് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള നിയമനിർമ്മാണങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. ലിംഗനീതി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക. സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക. സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങളിലെ നയരൂപീകരണത്തിൽ സർക്കാരുകൾക്ക് ഉപദേശം നൽകുക. ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചാൽ മതി കേട്ടോ. ഒന്ന് വായിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു വിടാം. സ്ത്രീകളുടെ അവകാശങ്ങളും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായിട്ടുള്ള നിയമങ്ങൾ രാജ്യത്ത് നിലവിലുണ്ട്. അവയിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം. ആദ്യം ഇവിടെ പറയുന്നത് സ്ത്രീധന നിരോധന നിയമം. ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1961.
സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് 1961. സ്ത്രീധനമെന്ന ദുരാചാരം സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കുന്നതിനും സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള അതിക്രമങ്ങൾ തടയുന്നതിനു വേണ്ടി 1961 പാർലമെൻറ്റ് പാസാക്കിയ നിയമമാണ് സ്ത്രീധന നിരോധന നിയമം. വിവാഹവുമായി ബന്ധപ്പെട്ട് നിർബന്ധിതമായോ മുൻധാരണകൾ പ്രകാരമോ നൽകുന്ന ധനമാണ് സ്ത്രീധനം. ഒരു നിശ്ചിത തുകയോ ആഭരണങ്ങളോ സ്വത്തോ കൊടുക്കാമെന്നുള്ള വാഗ്ദാനമാണ് ഒരാളെ വിവാഹത്തിന് സമ്മതിപ്പിക്കുന്നതെങ്കിൽ അതും സ്ത്രീധനമാണ്. ഈ നിയമപ്രകാരം സ്ത്രീധനം സ്വീകരിക്കുന്നതും നൽകുന്നതും കുറ്റകരമാണ്. അപ്പം നിങ്ങളാരും സ്ത്രീധനം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യരുത് കേട്ടോ. 1961 സ്ത്രീധന നിരോധന നിയമപ്രകാരം തെറ്റാണ്. ഗാർഹിക പീഡന നിരോധന നിയമം 2005. നമ്മുടെ രാജ്യത്ത് 2006 ഒക്ടോബർ 26 ഗാർഹിക പീഡന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത്. 2005 നിയമമെങ്കിലും 2006 ഒക്ടോബർ 26 നിയമം നിലവിൽ വന്നത്. ജീവിത പങ്കാളിയിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതാണ് ഈ നിയമം. സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും അപകടപ്പെടുത്തുന്നതുമായ എല്ലാ അതിക്രമങ്ങളും ഗാർഹിക പീഡനത്തിൻ്റെ വിശാല നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗാർഹിക പീഡനത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്ക് സംരക്ഷണവും താമസവും സാമ്പത്തിക സമാശ്വാസ നടപടികളും ഈ നിയമം ഉറപ്പുവരുത്തുന്നുണ്ട്. സംസ്ഥാന വനിതാ കമ്മീഷൻ 1996 മാർച്ച് 14 സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. 1996 മാർച്ച് 14. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരമാണ് ആസ്ഥാനം. കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ സുഗതകുമാരി അമ്മയാണ് കേട്ടോ. കവയിത്രി സുഗതകുമാരി അമ്മ ആണ് ആദ്യത്തെ അധ്യക്ഷൻ. ചെയർപേഴ്സണെ കൂടാതെ 4 അംഗങ്ങൾ ചേർന്നതാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ. ചെയർപേഴ്സണും 4 അംഗങ്ങളും. അപ്പോൾ നമുക്ക് നേരത്തെ കാര്യം ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ദേശീയ തലത്തിലെ വനിതാ കമ്മീഷൻ എന്നാ വന്നത് 1992 അതേസ്ഥാനത്ത് സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ 96 കേട്ടോ. 96 ദേശീയ തലത്തിൽ ഡൽഹിയാണ് ആസ്ഥാനമെങ്കിൽ ഇവിടെ തിരുവനന്തപുരമാണ്. സുഗതകുമാരി കവയിത്രി സുഗതകുമാരി ആയിരുന്നു ചെയർപേഴ്സൺ, ആദ്യത്തെ ചെയർപേഴ്സൺ. ചെയർപേഴ്സണെ കൂടാതെ 4 അംഗങ്ങൾ. മറ്റേതിൽ ചെയർപേഴ്സണും 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറി ആയിരുന്നു. ഇതിൽ ചെയർപേഴ്സൺ പ്ലസ് 4 അംഗങ്ങളാണ്. 5 വർഷമാണ് കാലാവധി. കാലാവധി എത്രയാണ്? 5 വർഷം. മറ്റേതിൽ 3 വർഷമായിരുന്നു. സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന നീതി നിഷേധങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ഉചിതമായ തീരുമാനങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകുക തുടങ്ങിയവ ഈ കമ്മീഷൻ്റെ ചുമതലകളിൽ പെടുന്നു. ജനാധിപത്യ വ്യവസ്ഥയിൽ എല്ലാ പൗരരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ലിംഗനീതി അതിൽ ഏറ്റവും പ്രധാനമാണ്. സ്ത്രീകളുടെ അവകാശങ്ങളും അന്തസ്സും സംരക്ഷിക്കപ്പെടുന്നതിലൂടെ മാത്രമേ അത് പൂർണ്ണമാക്കുകയുള്ളൂ. സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്ത്രീ വിരുദ്ധമായ പ്രവണതകളെ നിയമപരമായി മറികടക്കുന്നതിന് വേണ്ട നടപടികൾ വനിതാ കമ്മീഷൻ കാലാകാലങ്ങളിൽ സ്വീകരിച്ചു പോന്നിട്ടുണ്ട്. ലിംഗനീതി ഉറപ്പുവരുത്തുന്ന ഇത്തരം നടപടികളിലൂടെ സ്ത്രീകൾക്ക് തുല്യ അവകാശവും അവസരവും ഉറപ്പാക്കി ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ വനിതാ കമ്മീഷൻ സുപ്രധാന പങ്കാണ് വഹിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് ഒന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാണ്. ഇനിയും കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. എല്ലാം കൂടെ ഈ ക്ലാസ്സിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ക്ലാസ് ഭയങ്കര ലെങ്തി ആയിപ്പോവും. അപ്പോൾ 2 പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ശരി, ബൈ.